ഹായ് കൂട്ടുകാരെ, അതിശയകരമായ വസ്തുതകൾ പങ്കിടുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വിസ്മയിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും കഴിയുന്ന ചില വിചിത്രമായ പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ടോ എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ അവ യഥാർത്ഥവും മനോഹരവുമാണ്. അതിനാൽ കൂടുതൽ ചർച്ച ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ വിചിത്രമായ പ്രതിഭാസം കാനഡയിലെ തണുത്തുറഞ്ഞ മീഥേൻ കുമിളകളാണ്. തടാകങ്ങളുടെ ഉപരിതലത്തിനടിയിൽ ജ്വലിക്കുന്ന വാതകത്തിന്റെ പോക്കറ്റുകൾ കൊടുക്കുന്ന ഐസ് സർക്കിളുകളാണിവ. ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ചാണ് അവ സൃഷ്ടിക്കുന്നത്. കത്തിച്ചാൽ പൊട്ടിത്തെറിക്കും. ഭീമാകാരമായ സ്നോ ഗ്ലോബുകളോ തണുത്തുറഞ്ഞ ജെല്ലിഫിഷുകളോ പോലെയാണ് അവ കാണപ്പെടുന്നത്. അന്റാർട്ടിക്കയിൽ രക്തം വീഴുന്നതാണ് രണ്ടാമത്തെ പ്രതിഭാസം. മഞ്ഞുമലയിൽ നിന്ന് ഒഴുകുന്ന ചുവന്ന നിറത്തിലുള്ള വെള്ളച്ചാട്ടമാണിത്. ഇരുമ്പ് സമ്പുഷ്ടമായ ജലത്തിൽ നിന്നാണ് നിറം വരുന്നത്. അത് വായുവിൽ സമ്പർക്കം പുലർത്തുമ്പോൾ ഓക്സിഡൈസ് ചെയ്യുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ഒറ്റപ്പെട്ട ഒരു സബ്ഗ്ലേഷ്യൽ തടാകത്തിന്റെ ഭാഗമാണ് വെള്ളം. ഇത് ഒരു ഹൊറർ സിനിമയിലെ ഒരു രംഗം പോലെ കാണപ്പെടുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രകൃതി അത്ഭുതമാണ്. മൂന്നാമത്തെ പ്രതിഭാസം കാലിഫോർണിയയിലെ നീങ്ങുന്ന കല്ലുകളാണ്. ഡെത്ത് വാലിയിലെ വരണ്ട തടാകത്തിന് കുറുകെ സഞ്ചരിക്കുന്ന പാറകളാണ് ഇവ. വഴുവഴുപ്പുള്ള പ്രതലത്തിലൂടെ പാറകളെ തള്ളിവിടുന്ന കാറ്റ്, ആസ്, ജലം എന്നിവയുടെ സംയോജനമാണ് ചലനത്തിന് കാരണം. അവർക്ക് അവരുടേതായ ഒരു മനസ്സുണ്ടെന്ന് തോന്നുന്നു. അവയെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാത്ത രഹസ്യങ്ങളുണ്ട്. നാലാമത്തെ പ്രതിഭാസമാണ് ഇന്തോനേഷ്യയിലെ കവ ഇജൻ തടാകം. തിളങ്ങുന്ന ടർക്കോയ്സ് നിറമുള്ളതും രാത്രിയിൽ നീല തീജ്വാലകൾ പുറപ്പെടുവിക്കുന്നതുമായ അഗ്നിപർവ്വത കറുത്ത തടാകമാണിത്. വെള്ളത്തിലെ ഉയർന്ന അസിഡിറ്റിയും സൾഫറിന്റെ അംശവുമാണ് നിറത്തിന് കാരണം. അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തുവരുന്ന സൾഫ്യൂറിക് വാതകങ്ങളുടെ ജ്വലനമാണ് തീപിടുത്തത്തിന് കാരണം. ഇത് ഒരു മാന്ത്രിക സ്ഥലമാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് വളരെ അപകടകരവും വിഷമയവുമാണ്. മെക്സിക്കോയിലെ മറഞ്ഞിരിക്കുന്ന ബീച്ചാണ് അഞ്ചാമത്തെ പ്രതിഭാസം. മരിയേറ്റ ദ്വീപുകളിലെ ഒരു ദ്വാരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആളൊഴിഞ്ഞ ബീച്ചാണിത്. 1900കളുടെ തുടക്കത്തിൽ ഒരു ബോംബ് പരീക്ഷണത്തിലൂടെയാണ് ഈ ദ്വാരം രൂപപ്പെട്ടത്. ഒരു തുരങ്കത്തിലൂടെ നീന്തുകയോ കയാക്കിങ്ങിലൂടെയോ മാത്രമേ ബീച്ചിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഇത് ഒരു രഹസ്യ പറുദീസയാണെന്ന് തോന്നുന്നു, പക്ഷേ സന്ദർശിക്കാൻ അനുമതി ആവശ്യമുള്ള ഒരു സംരക്ഷിത പ്രദേശം കൂടിയാണിത്. ആറാമത്തെ പ്രതിഭാസമാണ് ഓസ്ട്രേലിയയിലെ ഹില്ലിയർ എന്ന പിങ്ക് തടാകം. പച്ചക്കാടും ചുറ്റുമുള്ള നീല സമുദ്രവും തമ്മിൽ വ്യത്യാസമുള്ള ബബിൾഗം പിങ്ക് നിറമുള്ള തടാകമാണിത്. ഉപ്പുവെള്ളത്തിൽ പിഗ്മെന്റുകൾ ഉത്പാദിപ്പിക്കുന്ന ആൽഗകളുടെയും ബാക്ടീരിയകളുടെയും സാന്നിധ്യമാണ് നിറത്തിന് കാരണം. ഇത് പിങ്ക് നാരങ്ങ വെള്ളത്തിന്റെ ഒരു ഭീമൻ കുളം പോലെ കാണപ്പെടുന്നു. ഈ കുളത്തിൽ നീന്തുന്നത് സുരക്ഷിതമെന്ന് പറയപ്പെടുന്നു. നമീബിയയിലെ ഫെയറി സർക്കിളുകളാണ് ഏഴാമത്തെയും അവസാനത്തെയും പ്രതിഭാസം. വരണ്ട മരുഭൂമിയിൽ പുല്ലിനാൽ ചുറ്റപ്പെട്ട തരിശുഭൂമിയുടെ വൃത്താകൃതിയിലുള്ള പാടുകളാണിവ. ഈ സർക്കിളുകളുടെ ഉദ്ഭവം ഇപ്പോഴും ഒരു നിഗൂഢതയാണ്. എന്നാൽ സാധ്യമായ ചില വിശദീകരണങ്ങളിൽ ചിതലുകൾ, സസ്യങ്ങൾ അല്ലെങ്കിൽ സ്വാഭാവിക സ്വയം സംഘടന എന്നിവ ഉൾപ്പെടുന്നു. അവ ക്രോപ്പ് സർക്കിളുകളോ അന്യഗ്രഹ അടയാളങ്ങളോ പോലെ കാണപ്പെടുന്നു, പക്ഷേ അവ യഥാർത്ഥത്തിൽ പ്രകൃതമായ ഒരു പ്രതിഭാസമാണ്. അത് ഭൂപ്രകൃതിയിൽ സവിശേഷമായ ഒരു പാറ്റേൺ സൃഷ്ടിക്കുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഭൂമിയിലെ ഏറ്റവും വിചിത്രമായ ചില പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾ ആസ്വദിച്ചെന്നു കരുതുന്നു. നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു തംസ് അപ്പ് നൽകുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ അതിശയകരമായ വീഡിയോയ്ക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഏത് പ്രതിഭാസമാണ് നിങ്ങൾക്ക് ഏറ്റവും രസകരമായതെന്ന് കമന്റ് ചെയ്യുക. Thank you for watching and I'll see you in the next video.